നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിന്ന് 1 മിനിറ്റ് മൗനം ആചരിച്ചു. രാവിലെ 10 മണിക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച 1 മിനിറ്റ് മൗനാചരണം നടന്നത്. 2024 ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിൽ 52 വിദ്യാർത്ഥികൾ ജീവൻ നഷ്ടമായെന്നാണ് കണക്ക്. മരിച്ച വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായാണ് മൗനാചരണം നടത്തിയത്. കാണാതായ 32 കുട്ടികൾക്ക് വേണ്ടി ഇനിയും കണ്ടെത്താനായിട്ടില്ല. ജൂലൈ 30-ന് പുലർച്ചെ 1:40-നാണ് ഉരുൾപൊട്ടലുണ്ടായത്. തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. രാവിലെ 4:10-ന് ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ വഴിമാറി ഒഴുകിയ വെള്ളപ്പൊക്കത്തിൽ പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന പാലം തകർന്നു. വെള്ളാർമല GVHS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. കൊല്ലം തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതിയാക്കി. പ്രധാന അധ്യാപികയെ കൂടാതെ സ്കൂൾ മാനേജറെയും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കേസിൽ പ്രതിയാക്കി. അപകടകരമായ രീതിയിൽ വൈദ്യുതി കമ്പികൾ കിടന്നിട്ടും നടപടിയെടുത്തില്ലെന്ന് പോലീസ്. സുരക്ഷാ ഭീഷണിയുള്ള രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് റിപ്പോർട്ട് ചെയ്യാത്തതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടെന്നാണ് തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തദ്ദേശ ഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് വീഴ്ച തുറന്നു സമ്മതിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദുരന്തബാധിതരെ സർക്കാർ കൈവിടില്ല. അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പരാതികളെല്ലാം പരിഹരിച്ച് അന്തിമ പുനരധിവാസ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മാതൃക ഒരു വീട് ഉടൻ റെഡിയാകും. ഇടയ്ക്ക് കോടതിയിൽ ഒരു കേസ് വന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു നടപടികളും ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ നടത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരാൾ മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ബലക്ഷയം സംബന്ധിച്ച് PWD നൽകിയ റിപ്പോർട്ടടക്കം ഉൾപ്പെടുത്തിയാണ് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചത്. ബലക്ഷയമുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് മുൻപ് PWD റിപ്പോർട്ട് നൽകിയിരുന്നില്ല എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 3 ആഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി എന്നിവർക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. സൂപ്രണ്ട് അടക്കമുള്ളവരുടെ മൊഴികളും റിപ്പോർട്ടിലുണ്ട്. ബലക്ഷയം സംബന്ധിച്ചുള്ള PWD റിപ്പോർട്ട് ഉണ്ടെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് സംബന്ധിച്ച് PWD റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. തൃശൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കോണം വലിയ വീടിനകത്ത് നൌഫലിന്റെ ഭാര്യ ഫാസിലയാണ് മരിച്ചത്. ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മരിക്കുന്നതിന് മുമ്പ് യുവതി മാതാവിന് അയച്ച വാട്സപ്പ് മെസ്സേജ് പോലീസിന് ലഭിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ കൊല്ലുമെന്ന് മാതാവിന് അയച്ച സന്ദേശത്തിൽ പറയുന്നു. മർദ്ദനത്തിൽ തന്റെ കൈ ഒടിഞ്ഞുവെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ഭർതൃമാതാവ് അസഭ്യം പറഞ്ഞതായും മാതാവിന് അയച്ച സന്ദേശത്തിൽ പറയുന്നു. ഇവർക്ക് 10 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. ഭർത്താവ് ക്രൂരമായി ഉപദ്രവിക്കുകയും ഇതിനെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതുമെന്നാണ് പോലീസ് നിഗമനം. ഭർത്താവ് നൌഫലിനെ ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലത്തെ അതുല്യയുടെ ആത്മഹത്യയിൽ ഭർത്താവ് സതീഷിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. തെക്കുംഭാഗം പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. നിലവിൽ സതീഷ് ഷാർജയിലാണ്. അതേസമയം അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പുലർച്ചെയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് മൃതദേഹം എത്തിച്ചത്. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വീട്ടിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. ഭർത്താവ് സതീഷ് മകളെ നിരന്തരം മർദ്ദിച്ച് ആത്മഹത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന ആരോപണവുമായി അതുല്യയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു. ഈ മാസം 19-ന് പുലർച്ചെയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൽക്കാലിക VC നിയമനത്തിൽ വിമർശനവുമായി സുപ്രീം കോടതി. VC നിയമനങ്ങൾ രാഷ്ട്രീയം കലർത്തരുത്. ചാൻസലറും സംസ്ഥാന സർക്കാരും തമ്മിൽ യോജിപ്പുണ്ടാകണം. അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുമെന്ന് കോടതി നിരീക്ഷിച്ചു. സ്ഥിരം VC നിയമനത്തിനായുള്ള നടപടികൾ ആരംഭിക്കാൻ ചാൻസലറോടും സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു. സ്ഥിരം VCയെ നിയമിക്കുന്നതുവരെ നിലവിലെ VCമാർ തുടരുന്നതിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ചാൻസലറോട് സുപ്രീം കോടതി. സ്ഥിരം VC നിയമനത്തിന് സർക്കാരിന്റെ നടപടികളോട് ചാൻസലർ സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. താൽക്കാലിക VCക്ക് കാലാവധി 6 മാസം മാത്രമെന്നും കേരളം പറഞ്ഞു.
VC ഓഫീസ് ഒഴിഞ്ഞുകിടക്കുകയാണോ എന്ന് കോടതി ചോദിച്ചു. VC നിയമനത്തിനായി ചാൻസലർ സർക്കാരുമായി കൂടിയാലോചിക്കണമെന്നും കോടതി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ദുർഗ് സെഷൻസ് കോടതി. പരിഗണിക്കാൻ അധികാരമില്ലെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി. കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ തള്ളിയതോടെയാണ് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത്. ദുർഗിൽ ആഹ്ലാദ പ്രകടനവുമായി ബജ്രംഗദൾ പ്രവർത്തകർ. 2 പേർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും നിലയിർത്താണ് കിടത്തിയതെന്നും ബൃന്ദ കാരട്ട് സന്ദർശന ശേഷം പ്രതികരിച്ചു. അവർ തീർത്തും നിരപരാധികളാണെന്നും ബൃന്ദ കാരട്ട് പറഞ്ഞു. ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ കാണാൻ ഇടത് MP-മാരുടെ സംഘം ഇന്ന് ജയിലിലെത്തി. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും തികച്ചും ആസൂത്രിതമെന്നും സന്ദർശന ശേഷം ജോസ് കെ മാണി പ്രതികരിച്ചു. കന്യാസ്ത്രീകൾ വലിയ ഉപദ്രവം നേരിട്ടു. പുറത്തു പറയാൻ സാധിക്കാത്ത അതിക്രമങ്ങൾ നടത്തി. എല്ലാം ഭരണകൂടത്തിന്റെ പദ്ധതിയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. കാനഡയിൽ ചെറുവിമാനം തകർന്ന് മലയാളി യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം സ്വദേശിയായ ഗൗതം സന്തോഷ് 27 വയസ്സാണ് മരിച്ചത്. ന്യൂഫൗണ്ട്ലാൻഡിലെ ഡിയർ തടാകത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്. ജൂലൈ 26 വൈകുന്നേരമാണ് അപകടം സംഭവിച്ചത്. 2 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇരുവരും അപകടത്തിൽ മരിച്ചു. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്ന് മണ്ണ് നീക്കി പരിശോധന നടത്തും. ഉൾക്കാട്ടിലുള്ള 3 പോയിന്റുകളിലാണ് ഇന്ന് പരിശോധന നടത്തുക. ഇവിടേക്ക് JCB കൊണ്ടുപോവുക അപ്രായോഗികമാണ്. SIT 3 സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തും. സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 3 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്താനാണ് നീക്കം. ഇന്നലെ പഞ്ചായത്ത് നിയോഗിച്ച തൊഴിലാളികളെ തന്നെയാകും ഇന്ന് കുഴിയെടുക്കാൻ കൊണ്ടുപോവുക. പുത്തൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസ് SIT ഓഫീസിലെത്തി. DIG അനുച്ഛേദമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുടെ കാംചാക്ക തീരത്ത് വൻ ഭൂചലനത്തിന് പിന്നാലെ ജപ്പാൻ റഷ്യ തീരങ്ങളിൽ സുനാമി. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. അമേരിക്കൻ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജപ്പാനിൽ 2 ഇടങ്ങളിലായി തീരത്ത് വലിയ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. ഫുക്കുഷിമ ആണവ നിലയവും ഒഴിപ്പിച്ചു. ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുന്നുവെന്നാണ് വിവരം. റഷ്യയിൽ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒരു കിൻഡർ ഗാർഡൻ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് ഒരു കുട്ടിയെ കാണാതായെന്നും വിവരമുണ്ട്. അമേരിക്കയിലും ചില പ്രദേശങ്ങളിലുമൊക്കെ തന്നെ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്ത് 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ആദ്യ സംയുക്ത ഉപഗ്രഹ ദൗത്യമായ നൈസാറിന്റെ വിക്ഷേപണം ഇന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ ഇന്ന് വൈകിട്ട് 5:40 ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ നൈസറിനെയും വഹിച്ച് GSLV F-16 റോക്കറ്റ് കുതിച്ചുയരും. ഇരട്ട ഫ്രീക്വൻസി ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യ റഡാർ സാറ്റലൈറ്റാണ് നൈസാർ. നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് നൈസാറിൽ S-ബാൻഡ് എന്ന റഡാർ നിർമ്മിച്ചത്. ISROയും L-ബാൻഡ് റഡാറും നിർമ്മിച്ചത് നാസയുമായാണ്. ഇതുവരെയുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളെക്കാൾ 10 മടങ്ങ് വ്യക്തവും കൃത്യവുമായ വിവരങ്ങളാകും നൈസാർ കൈമാറുക. ഭൗമോപരിതലത്തിൽ അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ നൈസാറിന് കഴിയും. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.